നമസ്കാരം. 2020 ചീഫ് കോർഡിനേറ്ററും കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാനുമായ സാബു എം ജേക്കബിനെതിരെ വാർത്തകൾ നൽകുന്നതിൽ നിന്നും റിപ്പോർട്ടർ ടിവിയെ വിലക്കി കോടതി ഉത്തരവ്. കേസ് അവസാനിക്കുന്നതുവരെ അപകീർത്തികരമായ പരാമർശങ്ങൾ പാടില്ലെന്നാണ് പെരുമ്പാവൂർ സബ് കോടതിയുടെ കർശന നിർദ്ദേശം. റിപ്പോർട്ടർ ടിവി സംപ്രേഷണം ചെയ്ത വാർത്തകളിൽ പ്രഥമ ദൃഷ്ട്യാ അപകീർത്തികരമായ പരാമർശങ്ങൾ ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 2020 NDA സഖ്യത്തിൽ ചേരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളിൽ നിന്നും രക്ഷപ്പെടാനാണെന്ന വാർത്തയ്ക്കെതിരെയാണ് സാബു എം ജേക്കബ് നിയമ നടപടി സ്വീകരിച്ചത്. ഈ വാർത്ത വസ്തുതാരഹിതമാണെന്നും തന്റെ വ്യക്തിത്വത്തെയും പാർട്ടിയുടെ പ്രതിച്ഛായയെയും മനഃപൂർവ്വം കരിവാരി തേക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം കോടതിയിൽ ബോധിപ്പിച്ചു. വെറും വിലക്കിന് പുറമെ അപകീർത്തികരമായ വാർത്തകൾ നൽകി ഉപദ്രവിച്ചതിന് 25 കോടി രൂപ നഷ്ടപരിഹാരമായി വേണമെന്നും സാബു എം ജേക്കബ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവി MD ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള 1 മുതൽ 17 വരെയുള്ള പ്രതികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. വാർത്താ ചാനൽ കയ്യിലുണ്ടെന്ന് കരുതി ആരെയും കരിവാർത്തേക്കാമെന്ന ചിന്ത മാറണമെന്നും സാബു എം ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരുന്നു. റിപ്പോർട്ടർ ടിവിക്കെതിരെ മറ്റു ചില ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത് ആവശ്യമായ ലൈസൻസ് ഇല്ലാതെയാണെന്നും സാബു ആരോപിക്കുന്നു. ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തുവിടാൻ അദ്ദേഹം മാനേജ്മെന്റിനെയും വെല്ലുവിളിച്ചു. ചാനലിന്റെ പ്രവർത്തനങ്ങളിലെ നിയമവിരുദ്ധത ചൂണ്ടിക്കാട്ടി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. സാബു എം ജേക്കബ് റിപ്പോർട്ടർ ടിവിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ കേവലം ഒരു അപകീർത്തി കേസിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചാനലിന്റെ നിയമപരമായ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവി പ്രവർത്തിക്കുന്നത് ആവശ്യമായ സർക്കാർ ലൈസൻസുകൾ ഇല്ലാതെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വാർത്താ ചാനൽ സംപ്രേഷണം ചെയ്യുന്നതിന് കേന്ദ്ര വാർത്താ മന്ത്രാലയത്തിന്റെ കൃത്യമായ അനുമതി പത്രങ്ങൾ ആവശ്യമാണ്. എന്നാൽ റിപ്പോർട്ടർ ടിവിക്ക് നിലവിൽ അത്തരമൊരു സാധുവായ ലൈസൻസ് ഇല്ല എന്നാണ് സാബു എം ജേക്കബ് വാദിക്കുന്നത്. ഈ ആരോപണത്തെ ശരിവെക്കുന്നതിനായി ചാനൽ മാനേജ്മെന്റിനെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നിയമപരമായ രേഖകൾ കൈവശമുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. വാർത്താമാധ്യമങ്ങൾ മറ്റുള്ളവരുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുമ്പോൾ സ്വന്തം സ്ഥാപനത്തിന്റെ നിയമപരമായ വശങ്ങൾ വെളിപ്പെടുത്താൻ അവർ ബാധ്യസ്ഥരാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വിഷയത്തിൽ വെറും ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, ശക്തമായ നിയമ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ പ്രവർത്തനങ്ങളിലെ അനധികൃത സ്വഭാവം ചൂണ്ടിക്കാട്ടി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് അദ്ദേഹം ഔദ്യോഗികമായി പരാതിയും നൽകി. മാധ്യമ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും ഹനിക്കാൻ നൽകിയിട്ടുള്ള ലൈസൻസ് അല്ല എന്നും വ്യക്തിഹത്യ നടത്താൻ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമരംഗത്തെ ശുദ്ധീകരണത്തിനായുള്ള ഒരു പോരാട്ടമാണ് താൻ ഈ നിയമ നടപടികളിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും റിപ്പോർട്ടർ ടിവിക്ക് വീണ്ടും പ്രഹരം. സാബു എം ജേക്കബിനെതിരായ വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്ന് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. എന്തായാലും സാബു എം ജേക്കബ് നടത്തുന്ന നിയമ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.